നമുക്കിന്ന് അപ്പം ഇലയപ്പം ഉണ്ടാക്കാൻ കേട്ടോ. ഇന്ന് ചായക്ക് സ്പെഷ്യൽ ഇലയപ്പമാണ്. അപ്പം നമുക്ക് നേരെ ഇലയപ്പത്തിലോട്ട് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം തന്നെ ആട്ട മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആട്ട എടുത്ത് തട്ടിയതിന് ശേഷം, ഇത് നമുക്കിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടയാണ് കേട്ടോ. അതെടുത്ത് തട്ടിയതിന് ശേഷം പിന്നെ അടുത്ത് ഞാൻ അരിപ്പൊടിയും കൂടെ ശകലം എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വെറും ആട്ട മാത്രമാകുമ്പോൾ ഒരു സുഖം കാണില്ല, മറ്റേ അരിപ്പൊടിയും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് അരിപ്പൊടി എടുത്ത് തട്ടിയപ്പോഴത്തേക്ക് അത് കയ്യിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരാളൊന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അവൻ ഈ പൊടിയൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഊതി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നേരെ അരിപ്പൊടിയും കൂടി ഇട്ട് ഇനി ഇതിൽ ശകല ശർക്കരയും കൂടി, ശകലമല്ല മാവിൻ്റെ മധുരത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കരയും കൂടെ മിക്സ് ചെയ്യണം കേട്ടോ. അതും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ച്, എന്ന് വെച്ചാൽ തീരെ വെള്ളം പോലെ ആവാനും പാടില്ല, എന്ന് വെച്ച് തീരെ കട്ടിയാവാനും പാടില്ല. ഈ ഒരു ലെവലിന് കുഴച്ചെടുക്കണം. ഇത്തിരി നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നേരെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കണം. കൂട്ടിന് വന്നിട്ട് തേങ്ങയും ശർക്കരയും മാത്രമാണ് ഇടുന്നത്. ചിലർ പയർ വേവിച്ച് വയ്ക്കും, അവിൽ കുഴച്ച് വയ്ക്കും, ഇതെല്ലാം റെഡിയാക്കി വയ്ക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് കൈയോടെ തന്നെ വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വിളയിലുള്ള വാഴയില തന്നെയാണ്. അമ്മ നേരത്തെ എടുത്ത് വെച്ചതാണ്. നല്ല ഇലയായിട്ട് കളയാൻ തോന്നിയില്ല, അങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. ആ ഇലയിൽ നമുക്ക് നന്നായിട്ട് എണ്ണ തേക്കണം. എണ്ണ തേച്ചിട്ട് നമ്മളിത് പരത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് പെട്ടെന്ന് ഇളകി പോന്നോളൂ. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ഈ ഇലയിലെല്ലാം നന്നായിട്ട് എണ്ണ തേച്ച് നന്നായിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഇലയിലേക്ക് നമ്മുടെ കൈ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം മാവെടുക്കുക. എന്നിട്ട് കൈ വീണ്ടും വെള്ളത്തിൽ നന്നായിട്ട് മുക്കിയിട്ട് ഇതുപോലെ നല്ല നൈസായിട്ട് പരത്തണം കേട്ടോ. നന്നായിട്ട് വയ്ക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലതായിട്ട് പരത്തിയിട്ട് അതിലേക്ക് ഈ കൂട്ടും കൂടെ വച്ച്, കൂട്ടെന്ന് പറയുമ്പോൾ ശർക്കരയും തേങ്ങയും കൂടിയുള്ള ആ മിക്സ് ഉണ്ടല്ലോ, നമ്മളിവിടെ തുറു എന്നാണ് പറയുന്നത്. എല്ലാവരും എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ തുറു എന്നാണ് പറയുന്നത്. ഈ തുറുവും കൂടെ വച്ച് നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. ഏകദേശം ഒരു പൊതിച്ചോറിൻ്റെ ഷേപ്പിന് നന്നായിട്ട് പൊതിഞ്ഞിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും എടുത്ത് നേരെ തട്ടിൽ വെച്ച് ആവി കയറ്റി എടുക്കണം കേട്ടോ. ഇതിങ്ങനെ തുറക്കുമ്പോൾ ഒരു മണം വരും. എൻ്റെ അമ്മോ അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എൻ്റെ 2 മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ 2 പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാ പേരും വൈകിട്ട് ചായക്ക് നന്നായിട്ട് കഴിച്ചോളും. അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഈ എണ്ണ പലഹാരമൊക്കെ വാങ്ങി കൊടുത്ത് നമ്മുടെ ശരീരത്തിനെ കേടാക്കുന്നതിനേക്കാൾ ഇതാകുമ്പോൾ ഒരു കേടുമില്ല, എല്ലാം ഗോതമ്പ് സാധനമാണ്. അപ്പോൾ ഒരു പ്രശ്നമില്ല, നമ്മുടെ ശരീരത്തിന് നല്ലതുമാണ്. ഇനി ഇതിനെ നേരെ ഇഡ്ഡലി കുട്ടകത്തിലേക്ക് വച്ചിട്ട് നന്നായിട്ട് ആവി കയറ്റി എടുക്കണം കേട്ടോ. ഇനി നമുക്കെങ്കിൽ എല്ലാം ഇതുപോലെ പൊതിഞ്ഞെടുക്കാം കേട്ടോ. കൈയോടെ തന്നെ എല്ലാം പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ആവി കയറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ നന്നായിട്ട് ചൂടായിട്ട് ചായ ഇട്ടിട്ടുണ്ട്. പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നേരെ ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നല്ലോ, അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ പോയി തൊഴുത്. നമുക്കിവിടെ കുടുംബക്ഷേത്രമുണ്ട്. ഇതാണ് കേട്ടോ കുടുംബക്ഷേത്രം. ഇവിടെ പോയി തൊഴുത് അച്ഛനാണ് വിളക്ക് കൊളുത്തുന്നത്. അപ്പോൾ വിളക്കൊക്കെ കൊളുത്തി നേരെ തൊഴുതിട്ട് തിരിച്ചിറങ്ങി കേട്ടോ. പ്രസാദമൊക്കെ ഇട്ടിട്ട് പിള്ളേരെല്ലാവരും ഉണ്ട്, 4 പേര് എൻ്റെ ഒപ്പം തന്നെയുണ്ട്. നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീട്ടിനടുത്ത് തന്നെയാണ്, നേരെ കയറി പോകാമെന്നുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ സൈഡിൽ കാണാനൊക്കെ നമ്മുടെ വീട്ടിലെ ഗാർഡനാണ്. പിന്നെ നേരെ വന്ന് കയ്യോടെ തന്നെ ഇലയപ്പം എല്ലാവർക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇലയപ്പം കഴിച്ച് നേരെ നമ്മൾ സീരിയൽ കണ്ട് അങ്ങനെ ഇലയപ്പം കഴിച്ച് ഇന്ന് വൈകിട്ട് ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം.